ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്ലബ് അമേരിക്ക വേഴ്സ് ഇന്റർ മിയാമി മത്സരം 2-2 എന്ന ഗോൾ സ്കോറിനായിരുന്നു സമനിലയിൽ അവസാനിച്ചത്. തുടർന്നുണ്ടായ പെനാൾട്ടി ഷൂട്ടൗട്ടിലായിരുന്നു ഇന്റർ മിയാമി വിജയം കരസ്ഥമാക്കിയത്. ഇന്റർ മിയാമിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലെഗ് കൊണ്ട് മാത്രം കഴിച്ചിലായി എന്ന് പറയാനേ പറ്റും ഗായ്സ്. അവസാനം 91 മിനിറ്റിൽ 91 മിനിറ്റ് 30 സെക്കൻഡിനും ശേഷമാണ് ആ ഒരു ഹെഡ് ചെയ്ത് ഗോള് ഭാഗ്യത്തിന് കയറി പോയത്. അല്ലെങ്കിൽ ഇന്റർ മിയാമി ഈ ഒരു മത്സരം തോറ്റിട്ടുണ്ടാകുമായിരുന്നു. അതിനുശേഷം പെനാൾട്ടി ആണെങ്കിൽ അതിലും വല്ല കോമഡി. കോപ്പ അമേരിക്കയിൽ ഹിഗ്ഗൈൻ അടിച്ച ആ ഒരു പെനാൾട്ടി ഉണ്ട്. അതുപോലൊരു 3-4 പെനാൾട്ടിയാണ് മിയാമിയുടെ ഭാഗത്ത് നിന്നും അതുപോലെ ക്ലബ് അമേരിക്ക ടീമിൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. പെനാൾട്ടിയിലും നല്ല പോലെ ഭാഗ്യം ഉണ്ടായിരുന്നു മിയാമിനെ സംബന്ധിച്ചിടത്തോളം. പെർഫോമൻസ് വൈസ് സുവാരസൊക്കെ വൻ ഫ്ലോപ്പായിരുന്നു. മെസ്സിനെ സംബന്ധിച്ച് ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു, പക്ഷെ ഫിനിഷ് ചെയ്യാൻ ഏതെങ്കിലും ഒരു മണ്ടന്മാർ വേണ്ടേ. ഞാൻ സ്വാർസിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ മിയാമിയുടെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെയുള്ളൊരു മാച്ച് ആദ്യമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നത്. ഇതുപോലൊരു അധപ്പതനം ഞാൻ ചിന്തിക്കുവാണ്, ഈ ഒരു സ്ക്വാഡും വെച്ചിട്ടാണോ ക്ലബ് വേൾഡ് കപ്പിലേക്ക് പോകുന്ന ഈ ഒരു പെർഫോമൻസ് ആണ് യൂറോപ്യൻ ടീമിൻ്റെ അടുത്ത് കളിക്കാൻ പോകുന്നെങ്കിൽ ഗൈസ് റെക്കോർഡ് ഗോളായിരിക്കും മിയാമി വാങ്ങാൻ വേണ്ടി പോകുന്നത്. സെൻറ്റർ ബാക്ക് പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തെങ്ങ് വെക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു രണ്ട് സെൻറ്റർ ബാക്കും. റൈറ്റ് ബാക്ക് കുറച്ചെങ്കിലും ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സെൻറ്റർ ബാക്ക് എനിക്കൊന്നും വളരെ യങ്സ്റ്റേഴ്സാണ്, യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത പ്ലേയേഴ്സിനെയാണ് ഇതുപോലുള്ളൊരു മത്സരത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മസറാനോയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരുപാട് നാൾ കോച്ചിങ് കരിയർ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിഡ്ഫീൽഡ് പക്ഷേ ഓപ്പോണൻറ്റിൻ്റെ അറ്റാക്കിങ്ങിൽ മാത്രമാണ് എനിക്കൊരു വീക്കായിട്ട് തോന്നിയിട്ടുള്ളൂ. മിഡ്ഫീൽഡ് ആയാലും അതുപോലെ ഡിഫെൻസീവിൽ നല്ല സ്ട്രോങ് ആയിരുന്നു. ഇവിടെ ഫ്രണ്ട് ലൈനിൽ മാത്രം മെസ്സിയുടെ ഭാഗത്തുനിന്ന് മാത്രമേ ആ ഒരു കളി വരുന്നുള്ളൂ. ആ ആൽബ മെസ്സി ആ ഒരു പാറ്റേൺ മാത്രമേ വർക്കാവുന്നുള്ളൂ. വേറെ ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും ഈ ഒരു മത്സരത്തിൽ കൊണ്ടുവരാൻ മിയാമിയുടെ ഭാഗത്തു നിന്നും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വരും മത്സരം ഇതാദ്യം മാച്ച് ആയത് കൊണ്ടായിരിക്കാം, പക്ഷേ കണ്ടു തന്നെ അറിയാൻ കാഴ്ച ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അടുത്ത മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.